നമ്മുടെ ഐശ്വര്യ റായ്ക്ക് 1994 മിസ് വേൾഡ് കിരീടം കിട്ടിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിലെ സൺ സിറ്റി റിസോർട്ടിലേക്കാണ് ഈ വീക്കെൻഡ് നമ്മുടെ യാത്ര. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തോളൂ. അങ്ങനെ വീക്കെൻഡ് സൗത്ത് ആഫ്രിക്കയിലെ സൺ സിറ്റിയിൽ പോകാനായിട്ട് തുള്ളിച്ചാടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മൊട്ടാപ്പി. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ കുറച്ച് വൈകി 6:30ക്കാണ് നമ്മൾ ഇറങ്ങിയത്. ബോട്സ്വാനയിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 26 കിലോമീറ്റർ അകലെയുള്ള ത്ലോക്വെൻ ബോർഡർ പോസ്റ്റിലൂടെയാണ് നമ്മൾ ഇന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. ബോട്സ്വാനയിൽ നമ്മൾ താമസിക്കുന്ന ഹബ്രോണി എന്ന സ്ഥലം സൗത്ത് ആഫ്രിക്കയ്ക്ക് തൊട്ടടുത്തായതിനാൽ പലപ്പോഴും വീക്കെൻഡ് നമ്മളിങ്ങനെ സൗത്ത് ആഫ്രിക്കയിലേക്ക് ട്രിപ്പ് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക വേറൊരു രാജ്യമാണെന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവാറില്ല നമുക്ക്. നമ്മളിപ്പോൾ ത്ലോക്വെൻ ബോർഡർ പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഇറങ്ങി ഇമിഗ്രേഷനിൽ പോയിട്ട് അവിടെ നമ്മുടെ പാസ്പോർട്ടിൽ അവർ എക്സിറ്റ് സ്റ്റാമ്പ് അടിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കയുടെ ബോർഡർ പോസ്റ്റിലെത്തി അവിടെ നമ്മുടെ പാസ്പോർട്ടിൽ അവർ എൻട്രി സ്റ്റാമ്പ് അടിക്കും. ഈ കാണുന്നതാണ് ബോട്സ്വാന ബോർഡർ പോസ്റ്റ്. നമ്മൾ ഓൾറെഡി അതിനുള്ളിൽ പോയി നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു. ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ല, അത് കാരണമാണ് അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് നേരെ സൗത്ത് ആഫ്രിക്കയുടെ ബോർഡർ പോസ്റ്റിലേക്ക് പോകാം. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാരണം നമുക്ക് നമ്മുടെ വെഹിക്കിൾ നമ്പർ എഴുതിയിട്ടുള്ള ഗേറ്റ് പാസ് എന്നൊരു സ്ലിപ്പ് കസ്റ്റംസിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഗേറ്റിൽ തന്നെയുള്ള ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ബോട്സ്വാന വിട്ടു. ഇനി നമ്മൾ നേരെ സൗത്ത് ആഫ്രിക്കൻ ബോർഡർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ ഗേറ്റ് പാസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒഫീഷ്യലി ഒരു രാജ്യത്ത് എൻ്റർ ചെയ്തു അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്തു എന്നതിൻ്റെ ഒരു ലീഗൽ പ്രൂഫാണ്. ഇത് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. ഇല്ലീഗലായിട്ട് ഒരു വണ്ടി ഒരു രാജ്യത്തിൽ നിന്ന് മറു രാജ്യത്തിലേക്ക് പോകുന്നത് തടയാനുള്ളൊരു കൺട്രോൾ കൂടിയാണിത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രാക്കിലൂടെയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബോട്സ്വാനയിലേക്ക് വരുന്ന വണ്ടികൾ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രക്കുകൾക്കും ബസ്സുകൾക്കും പാസ് ചെയ്യാനായിട്ട് വേറെ ട്രാക്കും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് എൻ്റർ ചെയ്യാണ്. സൗത്ത് ആഫ്രിക്കയുടെ ബോർഡർ പോസ്റ്റിൽ നമ്മളിപ്പോൾ എത്തി. ഇവിടെ ഈ കിടക്കുന്ന ട്രക്കുകളൊക്കെ ബോർഡർ പാസ് ചെയ്യാനായിട്ട് കസ്റ്റംസ് ക്ലിയറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ട്രക്കുകളാണ് പലതും. നമ്മളിനി ഇവിടെ കാർ പാർക്ക് ചെയ്ത് ഇമിഗ്രേഷൻ കൺട്രോളിൽ പോയി അവർ നമ്മുടെ പാസ്പോർട്ടിൽ സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള എൻട്രി സ്റ്റാമ്പ് ചെയ്യും. നമ്മുടെ വിസ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. ഓരോ വിസയിലും സൗത്ത് ആഫ്രിക്കയിൽ എത്ര ദിവസം സ്റ്റേ ചെയ്യാം എന്നുള്ള കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടാവും. അതിവിടെ ഇമിഗ്രേഷനിൽ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അവർ ആ ഡേയ്സ് നോട്ട് ചെയ്ത് വയ്ക്കും. ബോട്സ്വാനയിലെ പോലെ തന്നെ ഇവിടെയും കസ്റ്റംസ് ചെക്കിംഗ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്. ഈ കാണുന്ന ട്രക്കുകളൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബോട്സ്വാനയിലേക്ക് ഗുഡ്സുമായിട്ട് വരുന്ന ട്രക്കുകളാണ്. കസ്റ്റംസ് ക്ലിയറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പലപ്പോഴും ഈ ട്രക്കുകൾക്ക് മണിക്കൂറുകളോളം ഇങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. ബോട്സ്വാനയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കുറവായതുകൊണ്ടും അതുപോലെ ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതുകൊണ്ടും ഒരുവിധം പ്രൊഡക്ട്സ് ഒക്കെ സൗത്ത് ആഫ്രിക്ക വഴി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ബോട്സ്വാനയിലേക്ക് എത്താറ്. അത് മിക്കവാറും ഇതുപോലെ ട്രക്കുകളിൽ റോഡ് മാർഗമാണ് ബോട്സ്വാനയിലേക്ക് എത്താറ്. ഹബ്രോണിൽ നിന്നും ഏകദേശം 274 കിലോമീറ്ററാണ് സൺ സിറ്റിയിലേക്കുള്ളത്. ഒരു 3-3.5 മണിക്കൂർ നമുക്ക് ടോട്ടൽ ഡ്രൈവ് എടുക്കും, ഇൻക്ലൂഡിങ് ബോർഡർ ക്ലിയറൻസും എല്ലാം കൂടിയിട്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് R49 എന്ന റോഡിലൂടെയാണ്. ഈ റോഡ് പാസ് ചെയ്യുന്നത് മഡിക്വെ എന്ന ഒരു ഗെയിം റിസർവിലൂടെയാണ്. ഈ ഗെയിം റിസർവ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അഥവാ ബുഷ് എന്നാണ്, അതായത് വന്യജീവി സംരക്ഷിത മേഖല എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. ആഫ്രിക്കയിൽ അതിനെ ഗെയിം റിസർവ് എന്നാണ് പറയുന്നത്. ഈ മഡിക്വെ ഗെയിം റിസർവിൽ ഒരുവിധം എല്ലാ ആനിമൽസും ഉണ്ട്. സിംഹവും ലെപ്പേർഡ്സും റൈനോസും അതുപോലെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സും എലഫൻസും അതുപോലെ ഒരുവിധം എല്ലാ ആനിമൽസും ഉള്ള ഒരു ഗെയിം റിസർവാണ് ഈ മഡിക്വെ ഗെയിം റിസർവ്. നമ്മളിപ്പോൾ പാസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൗൺഷിപ്പിലൂടെയാണ്. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അപ്പാർത്തൈഡ് ഭരണകാലത്ത് ഇവിടുത്തെ കർത്തവർഗക്കാരും അതുപോലെ ഇന്ത്യൻസും അതർ ഏഷ്യൻസും താമസിച്ചിരുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. ടൗൺഷിപ്പുകൾ മിക്കവാറും മെയിൻ സിറ്റി അല്ലെങ്കിൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു 20-30 കിലോമീറ്റർ അകലെയായിരിക്കും ഉണ്ടാവുക. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് സൗത്ത് ആഫ്രിക്കയിലെ റോഡുകളെ കുറിച്ചാണ്. സൗത്ത് ആഫ്രിക്കയിലെ റോഡുകളൊക്കെ ഒരുവിധം നല്ല അടിപൊളി സ്മൂത്ത് റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ 120 km/h ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. 120 എന്ന് പറയുമ്പോൾ പലരും 130, 140 ആയിരിക്കും ഡ്രൈവ് ചെയ്യേണ്ടവ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ക്യാമറയുമായി പോലീസുകാർ പല സ്പോട്ടുകളിലും ചെക്ക് ചെയ്യാനിരിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ എത്താൻ പോകുന്നത് സീറസ്റ്റ് എന്ന ടൗണിലേക്കാണ്. ഇവിടെ പണ്ട് കാലത്ത് ഒരു ഫാമായിരുന്നു. ഡസ്റ്റി പ്ലേസ് അഥവാ പൊടിയുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന സെഫത്ലാനെ അല്ലെങ്കിൽ സെബാറ്റ്ലാനി എന്നായിരുന്നു ആ ഫാമിൻ്റെ ആദ്യത്തെ പേര്. ഈ ഫാം 1858 കാസ്പർ ഹെൻറി കോട്സി എന്നൊരാൾ വാങ്ങുകയും പുള്ളിക്കാരൻ ഇവിടെ ഒരു പള്ളിയും കോട്ടയും നിർമ്മിക്കാൻ വേണ്ടി വാൾട്ടർ സെയ്മോർ എന്നയാളെ കരാറിൽ ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കാസ്പർ മരിച്ചിരുന്നു. അതിനുശേഷം 1866 ഈ ഫാം പിന്നീട് ഡീഡറിക് ജേക്കബ്സ് കോട്സിയുടെ കൈകളിലേക്ക് കൈമാറി.
ഇവിടെ ഒരു ടൗൺ വികസിപ്പിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ഡീഡറിക് അതിനുവേണ്ടി ഭൂമി അളക്കാനുള്ള പണികൾ ആരംഭിച്ചു. ഭൂമി അളക്കുന്നതിന് വേണ്ടി അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ചെയിനല്ല ഉപയോഗിച്ചത്, അതിന് ഓക്സ് റീംസ് അഥവാ കാളകളുടെ തൊക്കുകൊണ്ടുണ്ടാക്കിയ കയറുകളാണ് അന്ന് ഉപയോഗിച്ചത്. കോട്സിയുടെ റെസ്റ്റ് എന്ന പേര് പിന്നീട് ചുരുക്കി സീറസ്റ്റ് എന്നാക്കി. അതുപോലെ 1936 ഈ പട്ടണത്തിന് മുനിസിപ്പൽ പദവി ലഭിക്കുകയുമുണ്ടായി. 1942 ഇവിടെ ആദ്യമായി ക്രോമിയം മൈൻ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഇന്നും ഈ മൈൻ ഇവിടെ തന്നെയുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് ഷോപ്പുകളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു വലിയൊരു ടൗൺ തന്നെയാണ് ഈ സീറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി വരുന്ന ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിനെ ഇവിടെ പറയുന്നതാണ്. അവിടെ നിർത്തി അവിടുത്തെ റെസ്റ്റ് റൂം യൂസ് ചെയ്തതിന് ശേഷം ഡ്രൈവ് ചെയ്യാനാണ് പ്ലാൻ. ഇവിടുത്തെ ഒരുവിധം എല്ലാ ഫില്ലിംഗ് സ്റ്റേഷനുകളിലും ഓരോ ക്വിക്ക് ഷോപ്പ് ഉണ്ടാവും. ക്വിക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ബേക്കറി അല്ലെങ്കിൽ കഫേയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങിയ ഫില്ലിംഗ് സ്റ്റേഷനിൽ ഒരു ഡെബോനയസ് പിസ്സ ഷോപ്പും അതുപോലെ കോഫി ഷോപ്പും പിന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീം ഷോപ്പും പിന്നെ ഒരു ക്വിക്ക് ഷോപ്പും ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഫില്ലിംഗ് സ്റ്റേഷൻ കൂടിയാണിത്. ബോട്സ്വാനയിൽ നിന്ന് വരുന്ന മിക്കവരും ഇവിടെ നിർത്തി റെസ്റ്റ് റൂം യൂസ് ചെയ്യുകയും അതുപോലെ കോഫി ഓർ ടീ അഥവാ സ്നാക്സ് ഒക്കെ വാങ്ങി പോകുന്നവരായിരിക്കും. നമ്മളിവിടെ തിരക്കുള്ള കാരണം കോഫി അല്ലെങ്കിൽ ടീ വാങ്ങാൻ നിന്നില്ല. സാധാരണ ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോവാറ്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ മഴ ഒരു വില്ലനായിട്ട് വന്നിരിക്കുകയാണ്. സൺസിറ്റിയിൽ എത്തുമ്പോഴും ഇതുപോലെ മഴ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല. അവിടുത്തെ വാട്ടർ സ്ലൈഡുകളിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ആകെ പണി പാളുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ മഴ ഉണ്ടാവില്ല അല്ലെങ്കിൽ മഴ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ N4 എന്ന ഹൈവേയിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 120 ആണ്. പോരാത്തതിന് റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. മാത്രമല്ല വണ്ടികളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈവേയിലൂടെയൊക്കെ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് നമുക്ക് കേട്ടോ. ഓൺ ദ വേ റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡ് കഴിച്ച് സമയം കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ വെച്ച് അകത്താക്കിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. മഴ കുറച്ച് ശക്തമായിട്ട് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അറിയാം എന്താ സിറ്റുവേഷൻ എന്ന്. എന്തായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് നമ്മൾ അവിടേക്ക് പോകുക തന്നെയാണ്. ഇനിയൊരു ടോൾ പ്ലാസ വരുന്നുണ്ട്. സ്വാട്രഗൻസ് ടോൾ പ്ലാസ എന്നാണ് അതിൻ്റെ പേര്. ഏകദേശം 100 റാൻഡാണ് വൺ വേ ടോൾ വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസ് ഒരു 550 to 600 രൂപയോളം. ഈ ടോൾ കൊടുക്കുന്നത് അത്യാവശ്യം വർത്ത് തന്നെയാണ് ഇവിടെ. കാരണം അത്രയും നല്ല സ്മൂത്ത് റോഡുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവും നല്ല അടിപൊളിയായിട്ട് പോകും. നമ്മൾക്കിവിടെ കാർഡ് ടാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കാം. ഇനി ഇ ടാഗ് എടുക്കുന്നവർക്ക് ഇ ടാഗ് എടുക്കുകയും ചെയ്യാം. ഇതുപോലെ പല റോഡുകളും ടോൾ റോഡുകളാണ് ഇവിടെ. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടോൾ കൊടുത്താലും നല്ല സൂപ്പർ റോഡുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്ന പലരും ഇവിടുത്തെ റോഡും സൗകര്യങ്ങളൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഈ സ്വാട്രഗൻസ് ടോൾ പ്ലാസ കഴിഞ്ഞ് ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാട്രഗൻസ് ടൗൺ ആയി. നമ്മുടെ അടുത്ത ടൗണാണ് ഈ സ്വാട്രഗൻസ് ടൗൺ. സീറസ്റ്റിൻ്റെ പോലെ തന്നെ ഇതും ഒരു ഫാമിംഗ് ടൗൺ തന്നെയാണ്. സീറസ്റ്റിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ടൗൺ അല്ല. കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ ഫാമിംഗ് ടൗൺ ആണ് സ്വാട്രഗൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയ റസ്റ്റംബർഗ് എന്ന വലിയൊരു ടൗണിലേക്ക് എത്തും. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് സൺസിറ്റിയിലേക്ക് പോകുന്നത്. നമ്മൾ സൺസിറ്റിയിൽ പോയതിന് ശേഷം ഇന്ന് രാത്രി റസ്റ്റംബർഗിലാണ് സ്റ്റേ ചെയ്യുന്നത്. സൺസിറ്റിയിലുള്ള ഹോട്ടലുകളെല്ലാം അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവാണ്. മാത്രമല്ല നാളെ രാവിലെ റസ്റ്റംബർഗിലുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പോയി അത്യാവശ്യം ചെറിയൊരു ഷോപ്പിംഗ് കൂടി ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിനി പോകുന്നത് ഹൈവേയിലൂടെയല്ല, സ്വാട്രഗൻസിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ സൺസിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്ററോളം ഡ്രൈവ് ഉണ്ട് സൺസിറ്റിയിലേക്ക്. നമ്മുടെ മുമ്പിൽ മലയമൊക്കെ മഞ്ഞ് കാണുന്നുണ്ട്. നല്ല രസമുള്ള ഡ്രൈവാട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ അത്യാവശ്യം നിന്ന മട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സൺസിറ്റിയിൽ എത്തുമ്പോൾ വാട്ടർ സ്ലൈഡുകളിലൊക്കെ പോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം സൺസിറ്റിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വേവ് പൂളിൽ സ്വിമ്മ് ചെയ്യാന്നുള്ളതാണ് മൊട്ടാപ്പിയുടെ മെയിൻ അട്രാക്ഷനുകളിലൊന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ മഴ കണ്ടപ്പോൾ കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് ശ്വാസം നേരെ വീണിട്ടുണ്ട് കേട്ടോ. 3-3.5 മണിക്കൂർ ഡ്രൈവുള്ള കാരണം ബോറടിക്കാതിരിക്കാനായിട്ട് അത്യാവശ്യം റിഡിലുകളും കടങ്കഥകളും അതുപോലെയുള്ള കളികളും കളിച്ചിട്ടാണ് ഞങ്ങൾ സമയം കളയാറുള്ളത് കേട്ടോ. ഈ സൺസിറ്റി സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ പ്ലാറ്റിനം മൈനുകളൊക്കെ ഉള്ള ഏരിയയിലാണ്. അതുപോലെ തന്നെ സൺസിറ്റിയുടെ അടുത്താണ് പിലാനിസ്ബർഗ് എന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ സൺസിറ്റി സൺ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. 1979 ഡിസംബറിലാണ് ഇതിവിടെ ഓപ്പൺ ചെയ്തത്. അന്ന് ഈ സ്ഥലം ബൊപുത്വാറ്റ്സ്വാന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പാർത്തൈഡ് ഭരണകാലത്ത് ബൊപുത്വാറ്റ്സ്വാന സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളൊന്നും അതിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നില്ല.
സൗത്ത് ആഫ്രിക്കയിൽ അന്ന് ഗാംബ്ലിങ്ങും അതുപോലെ ടോപ്ലെസ് റിവ്യൂ ഷോകളൊക്കെ നിരോധിച്ചിരുന്ന ടൈമായിരുന്നു. പക്ഷേ സൺസിറ്റിയിൽ അതൊന്നും ബാധകമായിരുന്നില്ല. അപ്പാർത്തൈഡ് ഭരണകാലത്ത് കറുത്തവർഗ്ഗക്കാരായ ദക്ഷിണാഫ്രിക്കർക്ക് ഇവിടേക്ക് കടക്കാനായിട്ട് കടുത്ത നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് സൺസിറ്റി ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സൺസിറ്റിയുടെ വേറൊരു പ്രത്യേകത ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. 1994 നമ്മുടെ ഐശ്വര്യ റായ്ക്ക് മിസ് വേൾഡ് കിരീടം കിട്ടിയത് സൗത്ത് ആഫ്രിക്കയിൽ ഈ സൺസിറ്റിയിൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ലോങ് ഡ്രൈവിന് ശേഷം സൺസിറ്റിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സൺസിറ്റിയുടെ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാലസ് അല്ലെങ്കിൽ കോട്ടയുടെ പോലെയാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പാർക്കിങ്ങിൻ്റെ ഒരു സ്ലിപ്പ് തരും. അത് കളയാതെ കയ്യിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് അതിനുശേഷം ബസ്സിൽ വേണം സൺസിറ്റിയുടെ റിസപ്ഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ സൺസിറ്റിയുടെ ഉള്ളിലെ വിശേഷങ്ങളും അതുപോലെ സൺസിറ്റിയിലേക്കുള്ള ടിക്കറ്റ് പ്രൈസും ടിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ള ടിപ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ യൂട്യൂബ് ചാനൽ. ഇതുപോലെ ഒരുപാട് വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും.